സ്നേഹം അവരിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർ തിരിച്ചു തരും. അവർ പരിഗണന കൊടുത്ത് നോക്കുക, അവർ തിരിച്ചു തരും. പൈസ ഒരു ഇവിൾ ആയിട്ട് കാണുന്നു, പോവർട്ടി ഒരു ടിക്കറ്റ് ടു ഹെവനായിട്ട് എടുക്കാറ് കാണുന്നു. യേശുവിൻ്റെ ദൈവവും രക്ഷകനുമാണ്. അതെനിക്ക് പറയാൻ മടിയുണ്ടായിരുന്നു. കാരണം എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും എൻ്റെ ദൈവവുമാണ്. കത്തോലിക്ക സഭ ഒരുപാട് ലിബറൽ ആകുന്നുണ്ടോ? ഇത് ശരിക്കും ഒരു അനുഭവമാണ്. ഈ ദൈവാനുഭവം എന്ന് പറഞ്ഞൊരു അനുഭവമാണ്. അത് അറിവല്ല. ഈ വൈകുന്നേരം 6 മണി 7 മണി എന്ന സമയമുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം, മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഇതിൻ്റെ ഒരു പഠനം കാണിക്കുന്നത് ഈ ഇൻഫ്ലുവൻസ് ഓഫ് സെക്യുലറിസമാണ്. അപ്പോൾ നമ്മൾ സീറോ മലബാറുകാർക്ക് ഇവിടെ വന്നൊരു പുതിയ സഭ തുടങ്ങേണ്ട കാര്യമുണ്ടോ? ഉള്ള ഈ ലാറ്റിൻ സഭ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ പോരെ? കാരണം അതും കാത്തലിക് സഭ തന്നെയാണ്. എന്നിട്ടും എനിക്ക് അതിനകത്ത് വിശ്വാസമില്ല, ഞാൻ വിശ്വസിക്കുകയില്ല. ബോധപൂർവ്വം ഞാൻ അതിനെ ഡിനൈ ചെയ്യാണ്. ഈ കൂട്ടരെയൊക്കെയാണ്. പാപമുണ്ടോ? പാപം ആവേശികമാണോ? എന്താണ് പാപം? അപ്പോൾ നമുക്ക് വലിയൊരാഗ്രഹമുണ്ട്, ഈ നല്ലൊരു ജീവിതം പോകണം, മാതൃകാപരമായ ജീവിതം നടക്കണം, കുഞ്ഞുങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് മിടുക്കരായിട്ട് വളർന്നു വരണം, ഭാവിയിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാകണം. ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ്. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സീറോ മലബാർ മെൽബൺ രൂപതയുടെ ആത്മീയ പിതാവ് ജോൺ പനന്തോട്ടത്തിൽ പിതാവാണ്. പിതാവേ നമസ്കാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. പിതാവ്, എന്നാണ് വിശേഷമൊക്കെ? സുഖമായിരിക്കുന്നു. സമ്മർ തുടങ്ങിയതിൻ്റേതായ ഒരു ഉന്മേഷം കൂടുതലുണ്ടോ? നല്ലതാണ്. പ്രത്യേകിച്ച് മെൽബണിൻ്റെ സാഹചര്യത്തിൽ ഈ തണുപ്പിന് ശേഷം വരുന്ന സമ്മർ തീർച്ചയായിട്ടും ഒരു പ്ലസൻ്റ് എക്സ്പീരിയൻസ് ആണ്. പിതാവ് നാട്ടിൽ എവിടെ നിന്നാണ്? ഞാൻ കണ്ണൂരിൽ നിന്ന്, പേരാവൂരിൽ നിന്ന് ഒരു ദേശത്തു നിന്നാണ്. അങ്ങോട്ട് കുടിയേറിയതാണോ അതോ? 75 വർഷം മുമ്പ് കോട്ടയം മണിമല എന്നുള്ള സ്ഥലത്തിൽ നിന്ന് പോയതാണ് ഞങ്ങളും ഏകദേശം ആ സമയത്താണ് ഇടുക്കി മെരിയാവൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കുടിയേറുന്നത്. മലബാറിൻ്റെ കുടിയേറ്റവും ഇടുക്കിയുടെ ഒക്കെ ഏകദേശം ഒരേ സമയമൊക്കെയാണ് ഏകദേശം. അത് ഈ കൊല്ലം ഞങ്ങളുടെ സ്കൂളിൻ്റെ 50ാം വാർഷികമാണ്. ഓ ശരി. അതൊരു വലിയ സംഭവം കേട്ടോ. 50 കൊല്ലം ആയി. അപ്പോൾ ചെറുപ്പത്തിലും മറ്റുമൊക്കെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അന്ന് ഓലമേഞ്ഞ സ്കൂളാണ്. ആദ്യകാലത്ത് നമ്മുടെ മലബാറിലെ കുടിയേറ്റ സ്ഥലങ്ങളൊക്കെ ഓലമേഞ്ഞ പള്ളികളും പിന്നെ ഓലമേഞ്ഞ സ്കൂൾ കെട്ടിടങ്ങളൊക്കെ ആയിരുന്നല്ലോ. അന്നത്തെ സാഹചര്യത്തിൽ ആദ്യമൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെയായിരുന്നു. പിന്നീടാണ് അതോടൊക്കെ ആയി മാറിയത്. അപ്പം മഴ പെയ്യുമ്പം ഒരു തുള്ളി വെള്ളം പുറത്തു പോവില്ല, മുഴുവൻ വെള്ളം പൂതാനം അടിച്ച് സ്കൂളിനകത്ത് കയറും. കാരണം അരപ്പേസ് വരെയല്ലേ ഇത് കെട്ടിയിട്ടുള്ളൂ, ഓലയും കൊണ്ട് കെട്ടിയിട്ട്. അതേപോലെ തന്നെ സ്കൂളിലോട്ട് പോകുമ്പോഴായാലും ഈ ജൂൺ മാസത്തിൽ മഴയുടെ ഒരു വലിയ കാലഘട്ടമുള്ളൂ. അന്ന് ഞങ്ങളുടെയൊക്കെ അവിടെ എന്താ പറയുക, ആനയുണ്ട്, ആന തടി പിടിക്കാനൊക്കെ ആയിട്ട്. പിതാവിന് എന്നു മുതലാണ് അച്ഛനായി തീരണമെന്നുള്ള മോഹം വന്നത്? കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം, അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ആദ്യ കുർബാന സ്വീകരണം. ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം സ്ഥിരമായിട്ട് എല്ലാ ദിവസവും, അത് മഴയായാലും വെയിലായാലും മഞ്ഞായാലും എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അറിയാതെ, ആരും എന്നെ നിർബന്ധിച്ചിട്ടല്ല, പക്ഷെ ഞാനും 2-3 കൂട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അങ്ങനെ പള്ളിയിൽ പോകുന്നൊരു സ്വഭാവം അത് 10ാം ക്ലാസ് വരെ അങ്ങ് തുടർന്നു. കാരണം പള്ളി ഒരു 600-700 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ഹാബിറ്റായി മാറുകയും അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് നമുക്കിങ്ങനെ ഇതിനോട് ഒരു വലിയ താല്പര്യമൊക്കെ തോന്നുകയും ചെയ്തത്. കാരണം രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോവുക അത് നല്ല സുഖമുള്ളതാണ് അല്ലേ? നല്ല തണുത്ത കാലാവസ്ഥയുണ്ട്, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, മനസ്സ് ശുദ്ധമായിട്ട് തിരിച്ചു വരിക, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നെ അതിനുശേഷം സെമിനാരിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുമായിരുന്നു. 10ാം ക്ലാസ്സിന് ശേഷമാണ്, പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വൊക്കേഷൻ പ്രൊമോഷനെക്കുറിച്ച് കേൾക്കുന്നതും അങ്ങനെ പല വൊക്കേഷൻ പ്രൊമോട്ടേഴ്സും വരുന്നതും. അപ്പോൾ പലരും എന്നെ സമീപിച്ചു, ഇങ്ങനെ അവരുടെ സഭകളിൽ ചേരാൻ താല്പര്യമുണ്ടോ
എന്നൊക്കെ അന്നത്തെ കുട്ടികളായിരിക്കും നമ്മുടെ അടുത്ത് വൈദികരായിട്ട് വന്നവർ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ പഠിപ്പിച്ച ഒരു സിസ്റ്റർ, അവർ എൻ്റെ ക്ലാസ് ടീച്ചറാണ്, ഒരു തിരുഹൃദയ മഠത്തിലുള്ള സിസ്റ്റർ ലീന എന്ന് പറഞ്ഞ്. അപ്പം സിസ്റ്റർ ലീനയാണ് എന്നിലെ വൊക്കേഷൻ ആൻഡ് ഡിസേൺമെൻറ്റിന് എന്നെ ഏറെ സഹായിച്ചത്. അപ്പോൾ സിസ്റ്റർ ലീനയാണ് എന്നെ CMI സഭയിലേക്ക് പറഞ്ഞു വിടുന്നത്. പോകാൻ നേരത്ത് വീട്ടിൽ പ്രശ്നമായിരുന്നോ? വീട്ടിലുകാർക്ക് സങ്കടമായിരുന്നോ അതോ സന്തോഷമായിരുന്നോ? അപ്പൻ അത്രയും എന്താ പറയുക പ്രോത്സാഹനം തന്നില്ല, പക്ഷെ അമ്മയ്ക്ക് അതിനോട് താല്പര്യമായിരുന്നു. അപ്പോൾ അതെങ്ങനെയായാലും ഉണ്ടാവും അങ്ങനെ, കാരണം അവരുടെ പ്രിയപുത്രൻ അങ്ങനെ പോകുമ്പോൾ ഉള്ളൊരു വിഷമം ഉണ്ടാവുമല്ലോ. അതിനുശേഷം സെമിനാരി ജീവിതമൊക്കെ വളരെ ഭംഗിയായിട്ട് പോയല്ലേ? ഞാൻ 15 വയസ്സ് വരെ വീട്ടിൽ താമസിച്ചിരുന്നുള്ളൂ. പിന്നീട് ദീർഘനാൾ എന്നെ CMI സഭയിലായിരുന്നല്ലോ. അപ്പോൾ അത് 15 വർഷത്തോളമുള്ള ഫോർമേഷനായിരുന്നു. ഞങ്ങളുടെ ഫോർമേഷൻ വളരെ ദൈർഘ്യമേറിയതാണ്. അപ്പോൾ ഏകദേശം വീട്ടിൽ താമസിച്ച അത്രയും സമയം ഞാൻ സെമിനറിയിലായിരുന്നു. പല വിദ്യാഭ്യാസത്തിൻ്റെയും സെമിനറി ഫോർമേഷൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പട്ടം തന്നിരുന്നത്. അത് 30-ാം വയസ്സിലാണ് എൻ്റെ ഓർഡിനേഷൻ ഉണ്ട്. ഇതൊരു ദൈവവിളിയാണല്ലോ, അല്ല നമ്മളായിട്ട് തീരുമാനിക്കുന്നതാണോ അതോ ഇതൊരു അഭിഷേകമായിട്ട് സ്വീകരിക്കുന്നതാണോ? തീർച്ചയായിട്ടും, അതായത് ഇതൊരു വിളി ശരിക്കും ഉണ്ടോ എന്ന് ഈ യാത്രയിലുടനീളം നമ്മളെ ദൈവം ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം ഞങ്ങൾ ചേരുമ്പോൾ 14ഓളം പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബാച്ചിൽ ഞാൻ മാത്രമാണ് ഓർഡിനേഷൻ സ്വീകരിക്കുന്നത്. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ദൈവം കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് തരുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലർ കൂട്ടുകാരെല്ലാവരും തന്നെ പിൻവാങ്ങി. അപ്പോഴും എന്നെ കൈപിടിച്ച് നടത്തുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുണ്ടാവും, കാരണം തീർച്ചയായിട്ടും ഈ യാത്രയിലുടനീളം പ്രതിസന്ധികളുണ്ട്. പക്ഷേ നമ്മളെ കരുതുന്ന ഒരാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതിപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അച്ഛനായതിനു ശേഷം ഇപ്പം പിതാവായിട്ട് അഭിഷിക്തനായിട്ട് വന്നിരിക്കുകയാണല്ലോ നമ്മുടെ മെൽബൺ രൂപതയുടെ. പിതാവിൻ്റെ ഈ ആത്മീയതയും ഒരു ഇത്രയും വലിയ രൂപതയുടെ ഭരണവും കൂടെ എങ്ങനെ കൊണ്ടുനടക്കാനായിട്ട് സാധിക്കുന്നു? ആത്മീയമായിട്ട് പിതാവിന് വളരാനായിട്ട് സാധിക്കുന്നുണ്ടോ ഈ കാലഘട്ടത്തിൽ? അതൊരു ബുദ്ധിമുട്ടാണോ? നല്ലൊരു ചോദ്യമാണ്. കാരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു പദവിയാണിത്. കാരണം ഒരു വൈദികനായി ആ രീതിയിലുള്ള പിന്നെ സഭയുടെ പ്രവർത്തനങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളൊക്കെ ചെയ്തു പോകുന്നതിനപ്പുറം ഇങ്ങനൊരു പദവി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഒരുപാട് നമ്മളിൽ നിന്ന് ദൈവം കുറേ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയൊരു രൂപത അതിൻ്റെ ശൈശവദശയിലാണ്. പിന്നെ വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രൂപത. ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്കില്ല. അപ്പോൾ ഇതിൻ്റെ വിഷമങ്ങളിൽ ഇങ്ങനെ ഓടി നടക്കുമ്പോഴും മനസ്സിൽ നമുക്ക് സമാധാനം തരുന്നത് വിളിച്ചവൻ കൂടെയുണ്ട് എന്നുള്ളൊരു ധൈര്യമാണ്. അപ്പോൾ അത് എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ചിലപ്പോഴൊക്കെ വിഷമിക്കുമ്പോഴും മനസ്സിനിങ്ങനെ ഒരു സമാധാനമുള്ളത് അത് നമ്മുടെ പ്ലാനല്ല, ഇത് നമ്മുടെ വിളിച്ചവൻ്റെ പദ്ധതിയാണ്. അപ്പോൾ അതിങ്ങനെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് അതല്ല ഏതെങ്കിലും വെസ്റ്റേൺ കൺട്രിയിലേക്ക് ചെല്ലുമ്പോഴും അവിടെ ഓൾറെഡി ഒരുപാട് കാത്തലിക് ചർച്ചുകളുണ്ട്. ഈ ചർച്ചുകളിലൊക്കെ പോകുമ്പോഴും നമ്മളിപ്പോൾ കാണുന്നത് അത് വളരെയധികം ഡിക്ലൈൻ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ സീറോ മലബാറുകാർക്ക് ഇവിടെ വന്നൊരു പുതിയ സഭ തുടങ്ങേണ്ട കാര്യമുണ്ടോ? ഉള്ള ഈ ലാറ്റിൻ സഭ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ പോരെ? കാരണം അതും കാത്തലിക് സഭ തന്നെയാണ്. പിന്നെ എന്താണ് നമ്മൾ സീറോ മലബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സീറോ മലബാർ ചർച്ച് കൊണ്ട്? ഇത് ഇവിടെയുള്ള പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തിനാണ് ഇപ്പോൾ ഇവിടെ സീറോ മലബാർ, എന്താണ് ഈ സീറോ മലബാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യം. നമുക്കറിയാം ഈ കത്തോലിക്ക സഭ എന്നുള്ളത്
ഒരു 24 സഭകളുടെ കൂട്ടായ്മയാണല്ലോ. അതായത് 24 എക്സ്പ്രഷൻസ് ഓഫ് ദി സെയിം ചേർച്ച്. കത്തോലിക്ക സഭ എന്നുള്ളതിൻ്റെ 24 വിവിധങ്ങളായുള്ള എക്സ്പ്രഷൻസാണ് ഈ 24 സഭകൾ. ഈ 24 സഭകളും റോമിൻ്റെ കീഴിൽ, പോപ്പിൻ്റെ കീഴിലാണ്. കത്തോലിക്ക യൂണിയനാണ്, കാത്തലിക് കമ്മ്യൂണിയൻ എന്ന് പറയും. പക്ഷേ ഈ 24 ഏറ്റവും കൂടുതലുള്ളത് റോമൻ കാത്തലിക്കാണ്, ലാറ്റിൻ ചർച്ചാണ്. സെക്കൻഡായിട്ട് വരുന്നത് നമുക്ക് ഉക്രൈനിയൻ ചർച്ചാണ്. മൂന്നാമത്തെ സ്ഥാനമാണ് 24 മൂന്നാമത്തെ സ്ഥാനമാണ് സീറോ മലബാർ സഭയ്ക്കുള്ളത്. ഈ സഭകളുടെ 24 സഭകളുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സഭകൾക്കും അതിൻ്റേതായ ഒരു ഹിസ്റ്ററി ഉണ്ടാകും, ഒരു പാരമ്പര്യമുണ്ട്, ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്, ഒരു തിയോളജി ഉണ്ട്, അതിൻ്റേതായ ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഓരോ ഇൻഡിവിജ്വൽ ചർച്ച് എന്ന് പറയുന്നത്. കാര്യം നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന വിശ്വാസം ഒന്നാണെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യുന്ന രീതികൾ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മളിങ്ങോട്ട് തിരികെ വരുമ്പോൾ, ഇവിടെ നമ്മൾ വരുമ്പോൾ അന്ന് ലാറ്റിൻ ചർച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ സീറോ മലബാറൊന്നും ഇല്ലാത്തിരുന്ന കാലത്ത് അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് അവിടെ പോവുകയും നമ്മുടെ കൂദാശകളെല്ലാം, പ്രധാനപ്പെട്ട കൂദാശകൾ നമ്മളില്ലാത്തിടത്ത് ഒരു സ്ഥലത്ത് അത് പ്രാക്ടീസ് ചെയ്യാം. അന്ന് അങ്ങനെയാണ് നമ്മുടെ കാനൻ നിയമത്തിലുള്ളത്. കാരണം ഇത് കത്തോലിക്ക സഭയുടെ ഒരു പള്ളിയാണ് അതിൽ. പക്ഷേ ഇവിടെ വന്നിരുന്ന മൈഗ്രൻസ്, നമ്മളുടെയൊക്കെ തലമുറയിൽ വന്നിരിക്കുന്നവർ, അവരുടെ വലിയ ആവശ്യമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പാരമ്പര്യത്തിൽ, ഞങ്ങളുടേതായ ട്രഡീഷൻ്റെ, ഞങ്ങളുടേതായ വിശ്വാസ രീതി അനുസരിച്ച് ആരാധിക്കുവാനുള്ള ഒരു ഇത് വേണം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾക്ക് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. കൂട്ടമായിട്ട് ഇവർ റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധന രീതിയിൽ പ്രാർത്ഥിക്കണം, കുർബാനയിൽ പങ്കുചേരണം, കൂദാശകൾ സ്വീകരിക്കണം. ഇതിന് പ്രതിഫലമായിട്ടാണ് ഈ ഒരുപാട് മെമ്മോറാണ്ടം നമുക്ക് ആ രീതി മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അവിടുന്ന് വൈദികരെ ഇങ്ങോട്ട് അയക്കുന്നതും. ഇവിടെ പിന്നീട് പല കൂട്ടായ്മ വന്ന ശേഷമാണ് രൂപതയായിട്ട് റോം അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ സൗകര്യമുള്ളപ്പോൾ നമ്മൾ ഈ സീറോ മലബാർ ട്രഡീഷൻ ഇത് നമ്മൾ ചോദിച്ചു വാങ്ങിച്ചതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ പാരൻസിനെ ചൂസ് ചെയ്യാൻ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല, ദൈവം നമുക്ക് തന്നാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് ഈ സീറോ മലബാർ ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, എൻ്റെ പാരൻസ് എനിക്ക് തന്നതാണ്. അത് ഞാനിപ്പോൾ ഒരു ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്നത് പോലെ എൻ്റെ കുടുംബമാണിത്. അപ്പോൾ ഈ കുടുംബത്തിൽ പ്രൗഡാകുന്നവരുണ്ട് ഒത്തിരി പേര്, അവരാണ് ഈ ഇതിങ്ങനെ. അതേസമയം ചിലപ്പോൾ ഈ കുടുംബത്തിന് അത്രയും വലിയ ഒരു പാർട്ടിസിപ്പേറ്ററി തോന്നുന്നില്ലാത്തവർ പലപ്പോഴും ഇതിൻ്റെ റെലവൻസിനെ ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തുള്ളൊരു പള്ളിയിൽ, കഴിഞ്ഞ ദിവസമല്ല കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് കേട്ടോ പോയി. അപ്പോൾ അവിടെ എന്താണ് ആവശ്യത്തിന് ഫണ്ടില്ല, പള്ളി അടച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. അപ്പോൾ അങ്ങനെ മീറ്റിംഗ് വിളിച്ച് പോയതാണ്. അപ്പോൾ അവിടെ വന്നതെല്ലാം തന്നെ ഒരു 70, 80, 90 വയസ്സുള്ള ആൾക്കാരാണ്, വളരെ കുറച്ച് ആൾക്കാർ ഉള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞത് അവർ 40, 50 കൊല്ലങ്ങൾക്ക് മുമ്പ് പണിത പള്ളിയാണ്. ഇന്ന് ഈ പള്ളി കൊണ്ടു നടക്കാനായിട്ട് ആളില്ല. അന്ന് അവർ വളരെയധികം അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ പിതാവ് നമ്മുടെ സഭയെക്കുറിച്ച് കാണുന്നുണ്ട്. ഒരു 40 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ മക്കളുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കളായിട്ട് പോലും അവരൊരിക്കൽ പാർക്ക് കമ്മിറ്റി പോകുമ്പോൾ അവർ സീറോ മലബാറത്തിൻ്റെ കണ്ടിന്യൂ ആയിട്ട് സാധ്യതയുണ്ടോ, അതോ നമ്മൾ മൈഗ്രൻസിനെ കൊണ്ട് തന്നെയാണോ സഭ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത കൂടുതൽ? അത് നല്ലൊരു ചോദ്യം ചോദിച്ചു. കാരണം നമ്മൾ വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് അവർ ചർച്ച്. അപ്പോൾ ഇതേ ചോദ്യം തന്നെ ഞാൻ ലാറ്റിൻ ബിഷപ്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ദി കാത്തലിക് ചർച്ച് ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സഭ, ഇവിടെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ഈ ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ വരികയും ജീവിക്കുകയും 2-3 തലമുറ കഴിഞ്ഞപ്പോഴേക്കും അത് മെല്ലെ അതിൻ്റെ നമ്പേഴ്സ് കുറയുകയൊക്കെ ചെയ്തു. അത് യൂറോപ്പിലൊക്കെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഇതിൻ്റെ ഒരു പഠനം കാണിക്കുന്നത് ദി ഇൻഫ്ലുവൻസ് ഓഫ് സെക്യുലറിസമാണ്. അതായത് നമുക്കെല്ലാം ആവശ്യത്തിനാകുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് എല്ലാം കിട്ടി ഒന്നിനും ഒരു കുറവില്ലാതാകുമ്പോൾ നമ്മൾ ആദ്യം തള്ളിപ്പറയുന്നത് ദൈവത്തെയാണ്. അപ്പോൾ അതാണ് അതിന് ടിപ്പിക്കൽ ഉദാഹരണം കാണുന്നത് നമ്മുടെ യൂറോപ്പിൽ തന്നെയാണ്.
സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യൂറോപ്പ് തകർന്ന് തരിപ്പണമായിരുന്നു. അപ്പോൾ ഒന്നുമില്ലായിരുന്നു, അവർക്ക് ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. ആ സമയങ്ങളിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസം ഉണ്ടായിരുന്നത്. കാരണം എല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അവർ ദൈവത്തെ കൂടുതൽ ആശ്രയിച്ചത്. പക്ഷെ അവരുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് അവർ നേടിയെടുത്ത ആ യൂറോപ്പിനെ വലിയ ഒരു ഡെവലപ്ഡ് രാജ്യമാക്കി. എല്ലാമായി കഴിഞ്ഞപ്പോൾ തലമുറ പള്ളി വിട്ടു. ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മളെയും ബാധിക്കും. അതായത് നമുക്കെല്ലാം ആയി കഴിയുമ്പോൾ പിന്നെ ദൈവത്തിന് ഒരാവശ്യമില്ല. അപ്പം ഞാൻ ഇതേ ചോദ്യം ജർമ്മനി ചെന്നപ്പോഴാണ് യങ്സ്റ്റേഴ്സിനോട് ചോദിച്ചത്. ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിൻ്റെ പാർട്ടായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അവർ എന്നോട് ഇൻറ്ററാക്ട് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, വൈ ഡോണ്ട് യു കം ടു ചേർച്ച്? നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും പള്ളിയിൽ വരാത്തത്? അപ്പോൾ അവർ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ആയിട്ട് എന്നെ ചോദിച്ചു, വൈ ഷുഡ് വി കം ടു ചേർച്ച്? എന്തിനാ വരണ്ടേ? കാരണം എവറിത്തിങ് ഈസ് പോസിബിൾ വിത്ത് മണി, ടെക്നോളജി, പവർ. ദെൻ വാട്ട് ഇസ് ദ നീഡ് ഓഫ് എ സുപ്രീം ബീയിങ്? അപ്പോൾ ഇത് ഒരു പുതിയ തലമുറയുടെ കാഴ്ചപ്പാടാണ്. അപ്പം അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവർ സഫറിങ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ഇല്ലായ്മ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തിനാണ് എല്ലാം നമുക്ക് ആവശ്യമുണ്ട്, എല്ലാം ഇഷ്ടം പോലെയുണ്ട്, പിന്നെ നമുക്കൊരു സുപ്രീം ബീയിങ്ങിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട്. അപ്പോൾ ഇതിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾക്കറിയാമല്ലോ എങ്ങനെയാണ് നമ്മളുടെ ഒരു സിറോ മലബാർ സഭയിൽ ഇപ്പം നമ്മളൊക്കെ പള്ളിയിൽ പോകുന്നതിന് കാരണം പ്രധാനമായിട്ടും നമ്മളുടെ കുടുംബമാണ്, നമ്മളുടെ പാരൻസാണ്. കാരണം വീടുകളിലെ മാതൃകാപരമായ പ്രാർത്ഥനാ ജീവിതം, കുടുംബ പ്രാർത്ഥന, പിന്നെ സ്ഥിരമായൊരു പള്ളിയായിട്ടുള്ള ബന്ധം, പിന്നെ കാറ്റക്കിസം, ഇങ്ങനെയുള്ള കൃത്യമായ ചിട്ടവട്ടങ്ങളിലൂടെ നമ്മൾ ഫോം ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത തലമുറയെ നമുക്ക് നേടാൻ പറ്റുള്ളൂ. ഇതിലേതെങ്കിലുമൊക്കെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് സംഭവിക്കും. അപ്പോൾ ഇതിൽ മാമോദിസ സ്വീകരിച്ച ഓരോ സഭാംഗങ്ങൾക്കും അത് അപ്പനായാലും അമ്മയായാലും മക്കളായാലും അച്ഛനായാലും എല്ലാവർക്കും ഈക്വൽ ഉത്തരവാദിത്തമാണിത്. ഇതിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളത് ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് വിശ്വാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനോട് തന്നെ പറയുന്നൊരു സംഭവമാണ് ദാരിദ്ര്യമുള്ളിടത്തെ ദൈവമുള്ളൂ, ദാരിദ്ര്യമുള്ളിടത്തെ ദൈവത്തെ ആൾക്കാർ ആശ്രയിക്കാറുള്ളൂ. അപ്പം സമ്പന്നത വന്നു കഴിയുമ്പോൾ ദൈവത്തെ ആൾക്കാർ മറന്നു പോകുന്നു എന്നല്ല, ദൈവത്തിന് ആവശ്യമില്ല. അപ്പോൾ സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, ഇതൊക്കെയാണ് പണ്ട് ദൈവത്തിൽ നിന്ന് കിട്ടാതിരുന്നപ്പോൾ ചോദിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചകളിലാണ് ഇവിടെ കൂടുതലും സോക്കർ ഗെയിമുകൾ നടക്കുന്നത്, അല്ലെങ്കിൽ ബാസ്ക്കറ്റ്ബോൾ ഗെയിമുകൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയിൽ വരുന്ന പേരൻസ് ആയാലും വിശ്വാസികളാണ്, വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന പേരൻസ് ആയാലും കൂടുതലും പിള്ളേർ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നേരിട്ട് സോക്കർ കളിക്കാനാണ് പോകുന്നത്. അത് ഈ സോക്കർ കളിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു ആനന്ദമോ പള്ളി വിടുന്നതുകൊണ്ട് കിട്ടാത്തത് കൊണ്ടാണോ അവരങ്ങനെ ചെയ്യുന്നത്? ഇവിടെ പ്രയോറിറ്റി ഒരു പ്രശ്നമാണ്. നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ദൈവം കൃത്യമായിട്ടുള്ള കമാൻഡ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതായത് നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ആണ്. അതാണ് 10 കമാൻഡ്മെൻറ്റ്സ്. ഈ 10 കമാൻഡ്മെൻറ്റ്സിലെ 3ാമത്തെ കൽപ്പനയുണ്ട്, നീ അതായത് എൻ്റെ ദിവസം കർത്താവിൻ്റെ ദിവസം നീ പരിശുദ്ധമായിട്ട് ആചരിക്കണം. അതൊരു കമാൻഡ്മെൻറ്റാണ്. അത് അന്ന് മുതലേ ഇന്ന് നമ്മുടെ ബ്ലഡിൽ കലരേണ്ട ഒരു സംഭവമാണ്. അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യരുത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് 6 ദിവസം, ദൈവം പോലെ 6 ദിവസം കഴിഞ്ഞ് 7ാം ദിവസം വിശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നീ പരിശുദ്ധമായിട്ട് ആചരിക്കണം. എന്തിനാണ് നമ്മൾ പരിശുദ്ധമായിട്ട് ഇങ്ങനെ ആചരിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? കാരണം എനിക്ക് കിട്ടിയതെല്ലാം ദൈവം തന്നാണ്. ഞാൻ നേടിയെടുത്തതായിട്ട് നമ്മൾ വിചാരിക്കും, പക്ഷേ എനിക്ക് എല്ലാം ദൈവം തന്നാണ്. അപ്പം ഞാൻ നന്ദി പറയാനെങ്കിലും പോകണം. ഈ ഞായറാഴ്ച പോയിട്ട് ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ഒരു സമയം അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ആ സമയം നമ്മൾ വേറെ കാര്യങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്താൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അതിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു റോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. അവരുടെ പ്രയോറിറ്റി എന്തായിരിക്കണം? ദൈവമല്ല, കളിയായിരിക്കണം എന്ന് നമ്മൾ കൊടുക്കുകയാണ്. അവർക്ക് കൊടുക്കുന്ന മെസ്സേജാണ്. അങ്ങനെയുള്ള ഒരു തലമുറ എങ്ങനെ ദൈവത്തിൽ കാലുവന്നു? കാരണം നമ്മളുടെ പാരൻസിനെ പറ്റി ചിന്തിക്കുക. അവർ പറഞ്ഞത് ഞായറാഴ്ച എന്നുള്ള ഒരു ദിവസം ഉണ്ടെങ്കിൽ നീ പള്ളിയിൽ പോയിരിക്കണം, കാറ്റഗിസം മിസ് ചെയ്യാൻ പാടില്ല. ഈ വൈകുന്നേരം 6 മണി 7 മണി എന്ന സമയം ഉണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം, മുട്ടുകുത്തി പ്രാർത്ഥിക്കണം.
അതിൽ വിട്ടുവീഴ്ചയില്ല. പക്ഷേ ഈ ഫെയ്ത്ത് ട്രാൻസ്മിഷനിൽ നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറവ് അടുത്ത കമ്മ്യൂണിക്കേറ്റിൽ വരുന്ന ഇതൊന്നും വലിയ കാര്യമില്ല, പക്ഷേ സ്പോർട്സാണ് പ്രധാനം എന്നുള്ള മെസ്സേജ് കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിക്കലളകാണ്. അപ്പോൾ പിന്നെ അവരതിനെ പള്ളി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വിശ്വാസം ഉപേക്ഷിക്കുക സ്വാഭാവികം. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, പള്ളി വരുന്ന വിശ്വാസികളൊന്നും വിശ്വാസികളല്ല, പള്ളി വരാൻ വേണ്ടിയായിട്ട് നമ്മൾ വിശ്വാസികളാകുന്നവരാണ്. അവിടെ വരിക, കുറേ ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കണം, അതിനുവേണ്ടി ഒരു വിശ്വാസമായിട്ട് നമ്മൾ പള്ളി വരുന്നതാണ്. പക്ഷെ നമുക്ക് പിതാവ് പറഞ്ഞ പോലെ ഈ സോക്കർ കളിക്കാനൊക്കെ ആൾക്കാർ പോകുന്നതിന് നമുക്ക് എന്തുകൊണ്ട് ഈ സോക്കർ കളിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരുപക്ഷെ സന്തോഷം അല്ലെങ്കിൽ ഒരു ആനന്ദം നമ്മൾ പള്ളി വരുന്നുണ്ട് കിട്ടാത്തത് കൊണ്ടാണോ? ശരിക്കും ദൈവത്തിൻ്റെ പ്രാധാന്യം കാരണം പണ്ടിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് മാറിക്കൊണ്ടേയിരിക്കുകയുള്ളൂ ഓരോ സമയാസമയങ്ങളിൽ. അതെങ്ങനെയാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു ചർച്ച എന്ന നിലയിൽ എങ്ങനെയാണ് അത് ഇമ്പ്രൂവ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്? ഇത് ശരിക്കും ഇതൊരു അനുഭവമാണ്. ഈ ദൈവാനുഭവം എന്ന് പറഞ്ഞൊരു അനുഭവമാണ്. അത് അറിവല്ല. അറിവായിട്ട് മാറുമ്പോഴാണ് നമുക്കിതിനോട് അടുക്കാൻ തോന്നാത്തത്. കാരണം പക്ഷേ ഇത് അനുഭവമായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രമേ ഇത് അടുക്കുള്ളൂ. പലപ്പോഴും ഇത് നമുക്ക് ഈ ഒരു ലോകം തരുന്ന ഒരു പ്ലഷർ ഈ പ്രത്യേകിച്ച് ആരാധിക്കാൻ പോകുമ്പം നമുക്ക് കിട്ടുന്നില്ല. ഉദാഹരണത്തിന് നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്രയ്ക്ക് പോകുന്നു, അതല്ലെങ്കിൽ സോക്കർ കളിക്കാൻ പോകുന്നു. അവിടെ നമുക്ക് ഒരു പ്ലഷർ കിട്ടുന്നുണ്ടല്ലോ, ഒരു വലിയ ഒരു ദാറ്റ്സ് മൊമെൻ്ററിയാണ്. അതിനുശേഷം അത് കിട്ടുന്നില്ല. അപ്പോൾ എന്നാൽ പള്ളിയിൽ ആ രീതിയിലുള്ളൊരു പ്ലഷറല്ല നമുക്ക് ലഭിക്കുന്നത്. അവിടെ ദൈവത്തെ ആരാധിക്കാം. അപ്പോൾ ഈ ദൈവാരാധന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പല സ്റ്റേജുകളുണ്ട്. അവിടെ നമ്മൾ ഈ ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് വന്ന് നന്ദി പറയുന്നുണ്ട്, ദൈവത്തോട് നമ്മൾ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്, നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കൊണ്ട് സമർപ്പിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ചെയ്തു പോയ പാവങ്ങളെക്കുറിച്ച് അനുതാപം ചോദിക്കുന്നുണ്ട്. അതായത് നമുക്ക് മുകളിൽ നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇതൊരു അനുഭവമുള്ളൂ. ഇതില്ലാതെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് വെറും അറിവായിട്ട് വരുന്നവർക്ക് ഇത് ബോറാണ്. നമ്മുടെ ഹോളി മാസുകളൊക്കെ ഇത്തിരി ഡ്രാമ കൂടിയതാണ്, അതിനൊരു ഫീലിങ്സ് കുറവാണ്. നമ്മൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പം ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല എന്ന് ചില ആൾക്കാർക്ക് പറയാറുണ്ട്. അതും ഇതുമായിട്ട് ഒരുപക്ഷെ കണക്ട് ചെയ്ത് പോകുന്നതായിരിക്കും. ഇത് നമുക്ക് ബേസിക്കായിട്ടുള്ളൊരു പ്രശ്നമെന്നോ പ്രത്യേകത എന്നൊക്കെ പറയുന്ന കാര്യം അറിവില്ലായ്മയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധം വേണം. ഉദാഹരണത്തിന് ഞാൻ കഥകളി കാണാൻ പോയി. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി മുദ്രകളെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അതിൻ്റെ ഭാഷയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ആ കഥകളി കണ്ടെത്ത സമയം അത്രേ എനിക്ക് ബോറായി തോന്നുന്നു. കാരണം അത് വെറും ഒരു ആട്ടം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതൊരു നല്ലൊരു ഭരതനാട്യമാണേലും എനിക്ക് കുറേ ചലനങ്ങൾ മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. പക്ഷെ അതെനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. ഒരു പാട്ടൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വിശുദ്ധ കുർബാന നമ്മൾ കാണാൻ പോവല്ല, ഇന്ന് അർപ്പിക്കുമ്പോൾ അതിന് നമ്മുടെ പാർട്ടിസിപ്പേഷനാണ്. അതിൻ്റെ ഓരോ വാക്കുകൾക്കും അർത്ഥമുണ്ട്, അതിലുള്ള ഓരോ റിച്വൽസിനും അർത്ഥമുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിനകത്ത് നന്ദിയുണ്ട്, അതിനകത്ത് കൃതജ്ഞതയുണ്ട്, അതിനകത്ത് യാചനയുണ്ട്, അതിൽ സമർപ്പണമുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരമുള്ള ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഉള്ള സമയമുണ്ട്. ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതില്ലാത്തവർക്ക് ഇത് ഭയങ്കര ഒരു ഡ്രാമയായിട്ട് തോന്നും. അതായത് മോസ്റ്റ് ബോറിങ് ഡ്രാമയായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. കാരണം അവർക്ക് ഇതിൻ്റെ അകത്ത് അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അതിനെ ഒരു പ്രെജുഡിസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡോടുകൂടി പക്ഷേ ഇത് അനുഭവിക്കുന്നവർക്ക് അത് വലിയൊരു ദൈവാനുഭവത്തിൻ്റെ സമയമാണ്. നമ്മൾ പൊതുവെ പറയുന്നൊരു സംഭവമാണ്, പൊതുവെ ഇപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ പറയുന്നതാണ്, നമ്മളെപ്പോഴും ഒരു കാര്യം പ്ലാൻ ചെയ്ത് ചെയ്യുന്നേക്കാളും നല്ലത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഹൃദയത്തോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഹൃദയത്തോട് ചോദിച്ചിട്ട് ചെയ്യുന്ന സാധനം മിക്കവാറും വളരെ സക്സസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഹൃദയത്തോട്, അതായത് നമ്മുടെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് ചെയ്യുന്നൊരു കാര്യം, അത് നമ്മളോട് സംസാരിക്കുന്നത് ഹോളി സ്പിരിറ്റാണോ അതോ നമ്മുടെ മൈൻഡാണോ എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും? അതതിൻ്റെ ഫലങ്ങളിൽ നിന്ന് നമുക്കറിയാം. ഇപ്പോൾ നമുക്കറിയാം ഹോളി സ്പിരിറ്റ് കൃത്യമായിട്ട് നമ്മോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഗിഫ്റ്റുകളും നമുക്ക് സെവൻ ഫോൾഡ് ഗിഫ്റ്റ്സ് ഓഫ് ഹോളി സ്പിരിറ്റ്
അതിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പെർസിവറൻസിൻ്റെയും എല്ലാ ഭാവങ്ങളും നമുക്കുണ്ടാവും. അപ്പോൾ അതാണ് നമുക്ക് അതൊരു ഒരു 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 ഇമോഷണൽ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലത്. അപ്പം നമുക്കത് ഒരുപാട് സമാധാനം നമുക്ക് തരുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ തരുന്നുണ്ട്. അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ അവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനമാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചിലർ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യും, എന്നിട്ട് പെട്ടെന്ന് ഡിപ്രഷനാവും. മനസ്സിലായോ? പെട്ടെന്ന് അത് ഏതെങ്കിലും ഒരു വലിയ കാര്യങ്ങൾ ചെയ്യാൻ ചിന്തിക്കുന്നു, എന്നിട്ട് പറഞ്ഞ് അത് ഇങ്ങനെ വന്നാണ്, പക്ഷെ അത് നേടാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക്, പിന്നെ അരിശുമായിട്ട് സങ്കടമായി വിഷമായി. അതൊന്നും ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനമല്ല. അതിപ്പം നമുക്ക് കൃത്യം അറിയാവുന്നതെന്ന് വെച്ചാൽ ബൈബിളിൽ അതെടുത്ത് നോക്കുമ്പോൾ അറിയാം. ഈ ഹോളി സ്പിരിറ്റ് വരുന്നതിനും വന്നതിന് ശേഷമുള്ള ശിഷ്യന്മാരുടെ അവസ്ഥ നോക്കിയാൽ മതി. അതിനുമുമ്പ് ഇങ്ങനെ വളരെ ഗ്ലോമി ആയിട്ട് ഇങ്ങനെ വളരെ കോൺഫിഡൻ്റ് ഒന്നും ഇല്ലാതെ ഒന്നും സംസാരിക്കാതെ വളരെ ഇരുന്ന ആൾക്കാർ അവർ ഹോളി സ്പിരിറ്റിൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ സന്തോഷവും അവരുടെ എക്സ്പ്രഷൻസും അവർ പറയുന്ന കാര്യങ്ങളുടെ ഇഫക്റ്റ് എന്തായിരുന്നു, അവരുടെ കോൺഫിഡൻസ് എന്തായിരുന്നു, അത് നമുക്ക് വളരെ പ്രകടമാണ്. അങ്ങനെയാണ് ഇത് വരുന്നത്. അത് നമുക്കും ഫീൽ ചെയ്യും. ചില വ്യക്തികൾ എന്തുകൊണ്ട് നമ്മൾ അവരുടെ കേൾക്കാൻ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവരിലൂടെ നമുക്ക് ഈ ഒരു അനുഭവം നമുക്ക് കിട്ടുന്നു, ഒരു കോൺഫിഡൻസ് കിട്ടുന്നു, ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നു. ഇതെല്ലാം അതിൻ്റെ ഒരു സമാധാനം കിട്ടുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അതന്വേഷിച്ച് പോകുന്ന ചിലയിടത്ത്. ഇത് നമുക്കും സാധ്യമാണ്. ഇപ്പോൾ കൂടുതലായിട്ടും മീഡിയകളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലും അല്ലാതെയൊക്കെ ഒരുപാട് സെമിനാറുകൾ, ഒരുപാട് എന്താ പറയുക ക്ലാസ്സുകളൊക്കെ നടക്കാറുണ്ട്. മാനിഫെസ്റ്റേഷൻ, അവർക്ക് നമുക്ക് എന്താണോ വേണ്ടത് അത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നേടിയെടുക്കുക എന്ന് പറയുന്നത്. അവർ പലപ്പോഴും പറയുന്നത് പല ഹോളി ബുക്കുകളെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈവൻ ജീസസ് ക്രൈസ്റ്റ് പോലും പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടി എന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഈ മാനിഫെസ്റ്റേഷനൊക്കെ ഒരു സ്പിരിച്വൽ ലൈഫുമായിട്ട് അല്ലെങ്കിൽ കത്തോലിക്ക ചർച്ചുമായിട്ട് കൂടിച്ചേർന്ന് പോകുന്നതാണോ? നമ്മളെ സഭ കൃത്യമായിട്ട് അത് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ പബ്ലിക് റെവലേഷൻ അത് ഈശോയോടും ഈശോയുടെ ശിഷ്യന്മാരോടും കൂടി അവസാനിച്ചു എന്നുള്ളതാണ് പബ്ലിക് റെവലേഷൻ. അപ്പോൾ അതാണ് അവസാനിച്ചതായിട്ട് നമ്മൾ കണ്ടു. പിന്നെ വി ആർ വെയിറ്റിംഗ് ഫോർ ദി സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പക്ഷേ പ്രൈവറ്റ് റെവലേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് മാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഡിസേൺ ചെയ്യുന്നുണ്ട് സഭ, ഇത് യഥാർത്ഥത്തിലുള്ളതാണോ അല്ലയോ. കാരണം ഇത് പബ്ലിക് റെവലേഷനുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. ഈശോയുടെ ഇതുമായിട്ടും അല്ലെങ്കിൽ ടീച്ചിങ് ആയിട്ടും റെവലേഷനുമായിട്ടൊക്കെ ഇത് ചേർന്ന് പോകുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ഡിസേൺ ചെയ്യുന്നുണ്ട് സഭ. എല്ലാവർക്കും തോന്നുന്നില്ല അതങ്ങനെ മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അംഗീകരിക്കപ്പെട്ടതാണെങ്കിൽ അപ്പോൾ അത് ഈ യേശുവിലൂടെയും യേശു ശിഷ്യന്മാരിലൂടെയും റിവീൽ ചെയ്യപ്പെട്ട കാര്യങ്ങളോട് ചേർന്ന് പോകുന്നതാണോ ഈ പ്രൈവറ്റ് റെവലേഷൻ, ആക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് റെവലേഷൻ? അതായത് ഇപ്പം എന്താ പാവജീവിതം ഉപേക്ഷിക്കുക, എന്നിട്ട് പ്രിപ്പയർ ചെയ്യുക, ഇതൊക്കെ അങ്ങനെയുള്ള ഇതുണ്ടല്ലോ, ഇതായിട്ട് കറസ്പോണ്ട് ചെയ്ത് പോകുന്ന സംഭവമാണെങ്കിൽ അത് സഭ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള പഠനങ്ങളുണ്ട്, അതിന് ഡിസേൺമെൻറ്റ് പ്രോസസ്സുണ്ട്. അതിനുശേഷം അത് കൊടുക്കുള്ളൂ. ഇപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ആരാണ് യേശു ക്രിസ്തു? ഒരു ബാപ്റ്റിസം സ്വീകരിച്ച ഒരു യേശുവിൻ്റെ ശിഷ്യനെന്ന നിലയിൽ ഞാൻ പറയേണ്ടത് യേശുവിൻ്റെ ദൈവവും രക്ഷകനുമാണ്. അതെനിക്ക് പറയാൻ മടിയുണ്ടായിരുന്നു. കാരണം എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും എൻ്റെ ദൈവവുമാണ് യേശു. അതാണ് കാതൽ. അതിൽ ആര് ചോദിച്ചാലും ഉറക്കത്തിൽ ചോദിച്ചാലും അതിനാണ് ഞാൻ പറയേണ്ടത്. കാരണം അത് തോമസ് ലീഹ തന്നെ മൈ ഗോഡ് മൈ ലോർഡ്. കാരണം ആ പുള്ളിക്കകത്ത് അനുഭവിച്ചു കഴിഞ്ഞപ്പം മനസ്സിലായി നീ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമാണ്. പത്രോസ് ലീഹ അത് തന്നെ പറയുന്നുണ്ട്, യു ആർ ദി സൺ ഓഫ് ദി ലിവിങ് ഗോഡ്. അത് നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനാണ്.
അപ്പോൾ അതങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അതാണ് നമ്മളും ചെയ്യേണ്ടത്. നമുക്കും അങ്ങനെ അങ്ങനെയാണ് പറയേണ്ടത്. അതൊരു അനുഭവമാണല്ലേ കൂടുതലായിട്ടും. അപ്പോൾ അത് നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഈ അനുഭവം, അല്ലെങ്കിൽ ഒരു അഭിഷേകമായിട്ട് കിട്ടുന്നത്. കാരണം നമ്മുടെ കൂടെ നമ്മളിപ്പോൾ ഒരു മൾട്ടി കൾച്ചറലായിട്ടുള്ള ഇതിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനെ അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്, നിരീശ്വരവാദികളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ മരണത്തിന് ശേഷം അവർ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ടോ, അതോ ക്രിസ്ത്യാനികൾ മാത്രമേ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുള്ളൂ? അതൊക്കെ വാറ്റിക്കൻ കൗൺസിലും കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രക്ഷ എല്ലാവർക്കും ഉണ്ടോ, അതെയോ അത് അറിയുന്നവർക്ക് മാത്രമാണോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അതിൽ സഭ നമ്മുടെ കൃത്യമായിട്ട് അത് പഠിപ്പിക്കുന്നുണ്ട്. അതായത് യേശുക്രിസ്തു രക്ഷകനാണെന്ന് അറിയുകയും എന്നിട്ട് ബോധപൂർവ്വം അതിനെ നിരാകരിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള രക്ഷപ്പെടില്ലെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് എനിക്ക് നല്ല ബോധ്യമുണ്ട് യേശു എൻ്റെ രക്ഷകനും ദൈവമാണെന്ന്. എന്നോട് ശരിക്കും അത് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് അതിനകത്ത് വിശ്വാസമില്ല, ഞാൻ വിശ്വസിക്കുകയില്ല. ബോധപൂർവ്വം ഞാൻ അതിനെ ഡിനൈ ചെയ്യാണ്. ഈ കൂട്ടരെയൊക്കെയാണ് ദർ ഇസ് നോ സാൽവേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇത് നമുക്കറിയാവുന്നിട്ട് നോ എന്ന് പറയും. അതായത് നമ്മൾ അറിയാവുന്നിട്ടും യേശുക്രിസ്തുവിനെ വേണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ ക്വാളിറ്റികളെല്ലാം കൽപ്പനകളെല്ലാം മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതന്നെ. അപ്പം അറിയത്തില്ലാത്ത ഒരാൾക്കും യേശുവിനെ അറിയാത്ത ഒരാൾക്കും യേശുവിൻ്റെ കൽപ്പനകളും യേശുവിൻ്റെ ഹോളിനെസ്സും ഫോളോ ചെയ്യാൻ തന്നെ അടുത്ത് അറിയാം. അതും അവർ എന്താ പറയുക, അത് അറിയാതെ നടക്കുന്നത്. ദൈവം നമ്മൾ പലപ്പോഴും സ്നേഹം ഉണ്ടായിരിക്കണം, എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും സ്നേഹവും ഇഷ്ടവും തമ്മിൽ മാറിപ്പോകാറുണ്ട്. അതേപോലെ തന്നെ ദൈവസ്നേഹമാണോ വലുത്, അതോ ഹോളിനെസ് ആണോ വലുത് എന്നുള്ള ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഏതാണ് മുന്നിൽ നിൽക്കുന്നത്? അത് സ്നേഹം നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും സ്നേഹം നമുക്ക് തിയററ്റിക്കലായിട്ടല്ല പഠിപ്പിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ച ഈശോയാണ്. ഈശോ ശിഷ്യന്മാർ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു, പക്ഷേ അവർക്കത് ബോധ്യമൊന്നുമായിട്ടില്ല. അപ്പം ഇത് മൈ കമാൻഡ്മെൻറ്റ് ലവ് വൺ അനദർ എന്ന് പറയുന്നുണ്ട്. നീ കടഞ്ഞെടുത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സ്നേഹിച്ചാൽ മതി, അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. പക്ഷേ അതുകൊണ്ട് വലിയ ഇഫക്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ഒരാളെ സ്നേഹിക്കേണ്ടതെന്ന് വാക്കിലൂടെയല്ല പ്രവൃത്തിയിലൂടെ കാണിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി. അതാണ് സ്നേഹത്തെ നമുക്ക് തിയറി പറയാഞ്ഞാലോ ഒത്തിരിയേറെ പറഞ്ഞാലും മനസ്സിലായല്ലോ. പക്ഷേ എങ്ങനെയാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് സ്നേഹം എങ്ങനെ വെളിപ്പെടുത്താമെന്ന്, ഒരാൾക്ക് വേണ്ടി ഇല്ലാണ്ടായി മാറുക, ഒരാൾക്ക് വേണ്ടി മരിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആ മനസ്സിലത് തങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ 2000 വർഷങ്ങൾക്ക് ശേഷവും യേശുവിൻ്റെ ശിഷ്യന്മാർ ഇപ്പോഴും അത് വലിയൊരു കാര്യമായിട്ട് നിൽക്കുന്നത്. കാരണം സ്നേഹം ജീവിതം കൊണ്ട് പഠിപ്പിക്കാം. ഞാനിപ്പോൾ ജിൽസിനോട് കുറേ സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാം. പക്ഷേ എനിക്ക് ഒരു കാര്യം ഞാൻ ജിൽസിന് വേണ്ടി ഞാനൊരു സ്നേഹപൂർവ്വം ഒരു കാര്യം ചെയ്യുമ്പോൾ ജിൽസ് ഞാൻ പറഞ്ഞ 500 കാര്യങ്ങൾ മറന്നിട്ട് ആ ഒരൊറ്റ കാര്യം ഓർത്തിരിക്കും. എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ പ്രവൃത്തിയാണ്, സംശയമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു മതവിഭാഗം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ദൈവവിശ്വാസികളാണ് ക്രിസ്ത്യാനികൾ. ഏറ്റവും അധികം സംസാരിക്കുന്നത്. പക്ഷേ ഏറ്റവും കുറവ് ഈ സ്നേഹം കാണിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ നമ്മൾ തന്നെയായിരിക്കും പ്രവൃത്തിയിലൂടെ. ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഒരുപാട് നമ്മുടെ ഓസ്ട്രേലിയയിലേക്ക് വരുന്നുണ്ട്. അപ്പം ഈ ന്യൂ കമേഴ്സിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവർക്കായിട്ട് ചെയ്യാനായിട്ട് എന്തൊരു പ്ലാൻ ഉണ്ടോ നമുക്ക്? അതായത് നമ്മളുടെ ജനത്തിൻ്റെ ആവശ്യം ഇതാണ്, നമ്മൾ ചാരിറ്റിയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ഓർഗനൈസ്ഡായിട്ട് ചെയ്യുന്നില്ലെന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ മിഷനുകളും പാരിഷുകളും ഒക്കെ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നുണ്ട്. അവരോട് ചോദിക്കുന്ന, അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നിടത്തും, പ്രത്യേകിച്ച് ഇവിടെ വന്നപ്പോൾ വ്യക്തിപരമായി നമ്മളോട് ആവശ്യപ്പെടുന്നവരോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നമുക്കൊരു സോഷ്യൽ വർക്കിൻ്റെ പോലത്തെ അല്ലെങ്കിൽ ചാരിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വർഷം നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് നമ്മൾ എടുക്കുന്നത് 26 ഒരു പ്രധാനപ്പെട്ട ഒരു മിഷനിലുള്ള നമ്മളുടെ കുറേ കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്.
അത് നമ്മുടെ സെലിബ്രേഷനോടനുബന്ധിച്ച് ചെറിയ തുക മാറ്റിവെച്ച് ഇപ്പോൾ അത് നമ്മളതിൻ്റെ പ്രപ്പോസൽ സ്വീകരിക്കും. അതിനുശേഷം അത് നമ്മൾ ഇടവുകളിലും പബ്ലിഷ് ചെയ്യും. അതിനുശേഷം അവിടുന്ന് നമ്മളൊരു അവരുടെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവരെന്ത് തരുന്നോ അത് നമ്മൾ സ്വീകരിച്ച് നമ്മൾ ഒരു വർഷം കൊണ്ട് പാവപ്പെട്ട കുറച്ച് ഭവനം ഇല്ലാത്തവർക്ക് ഭവനം കൊടുക്കുക. ഓസ്ട്രേലിയയുടെ പശ്ചാത്തലത്തിൽ എന്താ പറയുക, ആവശ്യക്കാരുണ്ട് എന്ന് വെച്ചാൽ ഇവിടെയല്ല, നമുക്ക് ഇവിടെ ഒരു ഗവൺമെൻറ് കുറേയും കൂടെ അവരെ, പക്ഷേ ഒരുപാട് ആവശ്യമുള്ളവരുണ്ടല്ലോ. നാട്ടിൽ നിന്നെല്ലാം പണയം വെച്ചൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം പലപ്പോഴും ഈ പറയുന്ന പോലെ അവർക്ക് ജോലി കിട്ടാറില്ല, ജോലി കിട്ടിയാൽ അവർക്ക് റൺ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ പലപ്പോഴും അവർക്ക് അക്കോമഡേഷൻ്റെ കാര്യത്തിൽ, ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാറുണ്ടെന്ന് പറയും. അവിടെ ഇപ്പോൾ ഇവിടെ നമ്മുടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം സിഖ് കമ്മ്യൂണിറ്റി അവരൊക്കെ അവർ സിഖ് പള്ളികളിലും മറ്റും എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല, അവർ ഭക്ഷണമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ അപ്പുറം ഒരു സിഖ് ഒരു ടെമ്പിളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർ ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ സ്റ്റുഡൻസൊക്കെ പോയി കഴിക്കാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ആക്ടിവിറ്റീസും മറ്റുമൊക്കെ ചില സമൂഹങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ? നമ്മൾ ചെയ്യുന്നുണ്ട്. വിൻസെൻ്റ് ഡിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതല്ല സീറോ മലബാർ സഭ എന്നൊരു നിലയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സിഖ് ഗുരുദ്വാരകളുടെ ഒരു പ്രത്യേകത ഇതാണ്, അവർ കേരളത്തിൽ ഇന്ത്യയിലായാലും ഇവിടെയായാലും അവർ ഈ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു പുണ്യപ്രവൃത്തിയിൽപ്പെട്ടതെന്നാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏത് രീതിയിൽ നമുക്ക് ഈ രീതിയിലുള്ള ചാരിറ്റി ചെയ്യാം എന്ന് നമ്മൾ ഒത്തൊരുമിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കത്തോലിക്ക സഭ ഒരുപാട് ലിബറലാകുന്നുണ്ടോ? കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലും മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്നേക്കാളും നമ്മളെപ്പോഴും ഫോണിൽ തന്നെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് സൈക്കോളജിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാകുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്, ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. അത് പലപ്പോഴും സൈക്കോളജിക്കൽ പ്രശ്നങ്ങളായി തീരാറുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുന്നത്, ആത്മഹത്യകളൊക്കെ പണ്ടത്തെ കാലം കൂടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ എല്ലാ സൗകര്യങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്, വീടുണ്ടെങ്കിലൊക്കെ. നമ്മൾ കത്തോലിക്ക സഭയിലുള്ള ഈ കൺഫെഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഒരുപാട് ആൾക്ക് ഗുണം ചെയ്യേണ്ടതുമാണ്. പലപ്പോഴും പലയിടത്തും തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു മാസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് കൺഫെഷൻ. അല്ല, നമ്മളുടെ കത്തോലിക്ക സഭയിൽ ഒരു പ്രധാനപ്പെട്ട കുദാശകളൊന്നാണല്ലോ കുമ്പസാരം എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും നല്ല ദി സാക്രമെൻ്റ് ഓഫ് റെക്കൺസിലിയേഷൻ എന്നുള്ള വാക്കാണ്. അതായത് അനുരഞ്ജനപ്പെടുകയാണ്. ഒരു പാപം എന്ന് പറയുന്നതിനേക്കാളുപരി അനുരഞ്ജനപ്പെടുകയാണ്. ഇവിടെ ആരുമായിട്ട് അനുരഞ്ജനപ്പെടുകയെന്ന് വെച്ചാൽ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ ദ്രോഹം ചെയ്ത ആളോട് ഈ കൺഫെഷനിലൂടെ ഞാൻ തെറ്റ് ചെയ്തു പോയി, അപ്പം അത് പറഞ്ഞിട്ട് ഞാൻ അനുരഞ്ജനപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഒരേ സമയം ദൈവത്തോട് അനുരഞ്ജനപ്പെടുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് ഞാൻ അനുരഞ്ജനപ്പെടുകയും എന്നോട് തന്നെ ഞാൻ അനുരഞ്ജനപ്പെടുക. എനിക്ക് തന്നെ എന്നോട് ദേഷ്യവും സങ്കടവും വിഷമവും ഡിപ്രഷനുമാണ് എന്നോട് തന്നെ ഞാൻ റിക്കൺസൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു ഭയങ്കര ക്യൂറേറ്റീവായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ് ശരിക്കും ആ ഒരു കൺഫെഷൻ അല്ലെങ്കിൽ ആ സാക്രമെൻ്റ് ഓഫ് റെക്കൺസിലേഷൻ അതിൻ്റെ അർത്ഥത്തിലും വ്യാപ്തിയിലും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. അതിനൊരു സ്പിരിച്വൽ തലമുണ്ട്, അതിനൊരു സൈക്കോളജിക്കലായിട്ടുള്ള തലമുണ്ട്. കാരണം ഇത് ഏറ്റുപറയാൻ കാണിക്കുന്ന ഹ്യൂമിലിറ്റിയും പിന്നെ അത് കിട്ടുന്ന ഗ്രേസ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രേസാണ് കിട്ടുന്നത്. അതായത് ഒരു കൃപ നമുക്ക് കിട്ടുകയാണ്. അതായത് എപ്പോൾ നമ്മളുടെ മൈൻഡ് ഇപ്പോൾ ഒരു ചില്ല് പോലെ, അതായത് ഈ ചില്ലിൽ പൊടിയെല്ലാം കൂടെ വന്ന് അടിഞ്ഞു കിടന്ന് കഴിഞ്ഞാൽ എൻ്റെ അടുത്തൂടെ ഒട്ടും വെട്ടം കയറില്ല. പക്ഷേ ഈ ഇതെല്ലാം തുടച്ച് കളഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. അതിനകത്തൂടെ ഈ കൃപ എന്ന് പറയുന്നത് ഈ വെളിച്ചം നന്നായിട്ട് കയറുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് മൈൻഡ് ഇങ്ങനെ ക്ലിയർ, അത് തൂത്ത് വൃത്തിയാക്കി എടുക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. വീണ്ടും ചിലപ്പം ഈ പറഞ്ഞ പോലെ പൊടികൾ വീണ്ടും വരും നമ്മുടെ ശരീരം ഉള്ളിടത്തോളം കാലം. അപ്പം ഇതിന് നല്ലൊരു മെഡിസിനൽ ഇഫക്റ്റ് ഉണ്ട്. അതിൻ്റെ യഥാർത്ഥ രീതിയിൽ ആ ഗ്രേസിനെ മനസ്സിലാക്കി. പാപമുണ്ടോ? പാപം ആവേശികമാണോ? എന്താണ് പാപം? പാപമുണ്ടല്ലോ. നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്ന വി ആർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ഗാഡ്. അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഡൂയിങ് ദി വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതം എപ്പോഴും ചെയ്യുക.
ഈ ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെ നിൽക്കുന്നതെല്ലാം ആണ് ഈ പാവം എന്ന് പറയുന്നത്. അതായത് നമ്മളോട് ദൈവം പറഞ്ഞ് സ്നേഹിക്കാനാണ്, പക്ഷെ അതിനെതിരായിട്ട് നിൽക്കുക, മോട്ടിക്ക് ഇതില്ല, കള്ളസാക്ഷ്യം പറയരുതെന്നൊക്കെ നമ്മൾ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ ഹിതം ഇതാണ്, എൻ്റെ ഹിതങ്ങളിൽ നീ ഇത് ചെയ്യണം, ഇത് ചെയ്യരുതെന്ന് നമ്മളോട് ദൈവം ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്. ആ ഹിതത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ പാവം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇഷ്ടം നിറവേറ്റുക, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റല്ല, നമ്മളെ ഇഷ്ടം നിറവേറ്റാൻ ബോധപൂർവ്വം പരിശ്രമിക്കുന്നതാണ് ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് എന്നാണ് നമ്മുടെ സിൻ എന്നൊക്കെ പറയുന്നത്. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നതും ഞാൻ എൻ്റെ പിതാവിൻ്റെ വില്ലാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന് സ്വന്തമായിട്ടൊരു ആഗ്രഹമില്ലായിരുന്നു, ആഗ്രഹങ്ങളില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പം നമുക്കും ആഗ്രഹങ്ങളില്ലാത്തൊരു മനസ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക? കാരണം ആഗ്രഹങ്ങളാണല്ലോ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. എളുപ്പത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം 2 ദിവസം കൊണ്ട് നേടുന്ന ഒരു കാര്യമല്ലല്ലോ പുണ്യം എന്ന് പറയുന്നത്. അത് നിരന്തരമായ തപസ്യാണ്. അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ശ്രമിച്ചെങ്കിലും ഒരു വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പരിശ്രമത്തിന് മാത്രമേ ഇതൊക്കെ നമുക്ക് നേടാൻ കഴിയുള്ളൂ. അല്ലാണ്ട് അതൊരു ഷോർട്ട് കട്ടിലൂടെയൊന്നും നേടാൻ പറ്റുന്ന സംഭവമല്ല. നിരന്തരമായ പ്രാർത്ഥനയും നിരന്തരമായ ജാഗരണവും നിരന്തരമായ ഉപവാസം, ഇതൊക്കെ അതിൻ്റെ മാർഗ്ഗമാണ്. നമ്മളുടെ ഈ ഇൻസ്റ്റിങ്സിനെയും നമ്മുടെ ശരീരത്തെയും നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക്, അതായത് മൈൻഡിനെ നമ്മൾ ഈ രീതിയിലുള്ള ഇതിനെല്ലാം നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഇതിനെ നേടാൻ പറ്റുള്ളൂ. ഒരേ സമയം ബോഡി അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പറ്റില്ല, ഈ കൃപ സ്വീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ബോഡിയുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മേക്ക് മെറി. അത് നമ്മുടെ ബോഡിയുടെ ഒരു നിരന്തരമായ ഒച്ചയാണ്. അതായത് എന്തെങ്കിലും ഞങ്ങൾക്ക് തിന്നണം, എനിക്ക് സന്തോഷിക്കണം, എനിക്ക്. പക്ഷേ ഇതിന് എത്ര നേരം 4 നേരം ഭക്ഷണം കൊടുത്താലും പിന്നെ അത് ചോദിക്കും, എനിക്ക് വിശക്കുന്നു, എനിക്ക്. അപ്പോൾ ഇതിൻ്റെ ഒച്ച മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഇതിനെങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുക, എന്നെയാണ് ഈ ചുരുക്കുക, ഇതിൻ്റെ ആവശ്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ അതിലാണ് നമ്മളിങ്ങനെ കൂടുതലായിട്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു മനസാക്ഷിയുടെ ഉത്തരവുണ്ട്, ചോദ്യമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കേൾക്കുന്നേ ഇല്ല. കാരണം ഇതിൻ്റെ ഒച്ച ഭയങ്കരമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ സൈലൻസിലൊക്കെയാണ് ദ ഗോഡ് സ്പീക്സ് ഇൻ സൈലൻസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറച്ച് ഇരിക്കുമ്പോൾ ഗോഡ് സ്പീക്സ് ഫ്രം വിതിൻ. നമ്മുടെ ഉള്ളിൽ അത് പറയുന്നുണ്ട്, പക്ഷേ ഇത് കേൾക്കാൻ പറ്റണ്ടേ? അപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ ഒച്ചയിൽപ്പെട്ട് പോവുകയാണ് നമ്മൾ അങ്ങോട്ട്. കാരണം ഇതിങ്ങനെയാണ് അഡിക്ഷനൊക്കെ വരുന്നത്. അതായത് സ്ക്രീൻ അഡിക്ഷൻ. ഇങ്ങനെ എപ്പോഴും നമ്മൾ കണ്ണിനെയും ഇതിനെയും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ദർ ഇസ് നോ സ്പേസ് ഫോർ ഗോഡ്. തലയിൽ കൊണ്ട് കംപ്ലീറ്റ് നിറച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് പണ്ടൊക്കെ അത്ര ഇല്ലായിരുന്നു. നമുക്ക് ഇത്രയും നോളജ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ലായിരുന്നു പണ്ടൊക്കെ. കാരണം വളരെ കുറച്ചപ്പോൾ വായിക്കുന്ന പുസ്തകങ്ങളും കാണുന്ന വ്യക്തികളും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഇതായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇന്നതല്ല. ഈ ഒരു ചെറിയ ഡിവൈസിലൂടെ ഇത്രയും സാധനങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുടെ പ്രവാഹം എൻ്റെ മൈൻഡിൽ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ദർ ഈസ് നോ സ്പേസ് ഫോർ ഗോഡ്. അപ്പോൾ അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നമുക്ക്. ഞാൻ പണ്ടൊരു വീഡിയോ കണ്ടതാണ് കേട്ടോ, ഇതുമായിട്ട് കണക്ട് ചെയ്തതായിട്ടുള്ളതുകൊണ്ടാണ്. ഒരു ജൂവിഷുകാരനോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ സമൂഹം എപ്പോഴും എല്ലാ കാര്യങ്ങളിലും, നിങ്ങൾ എവിടെ പോയാലും ചെറിയ സമൂഹമാണെങ്കിലും ഒരു പ്രയോറിറ്റിയാണ്. പ്രയോറിറ്റി എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ടോപ്പാണ്, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ സാമ്പത്തികമായിട്ടാണേലും കൺട്രിക്ക് ഏത് രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന രീതിയിലായാലും അവർ വളരെ മുന്നിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ അവർ 2 കാര്യമാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് പറഞ്ഞു ഒരു സമൂഹം നിലയിൽ. അവർ പറഞ്ഞു, ഒന്ന് 10% കൊടുക്കുക എന്ന് പറയുന്നത്, പള്ളിക്കായിട്ടായാലും അത് പാവപ്പെട്ടവർക്കായിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും
സ്വന്തം ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കില്ല, മറ്റുള്ളവരുടെ പുരോഗതിക്ക് വേണ്ടിയും അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ 10% നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പള്ളിയിൽ പറയുന്നുണ്ടെങ്കിലും അത് റോങ് ആയ രീതിയിലാണ് നമ്മൾ പലപ്പോഴും എടുക്കുന്നത്. കാരണം അത് പള്ളിക്ക് പൈസ വേണം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. പക്ഷേ ഈ 10% കൊണ്ട് എന്താണ് യേശുക്രിസ്തു ഉദ്ദേശിച്ചത്? എന്താണ് ഈ 10%-ൻ്റെ പ്രാധാന്യം സ്പിരിച്വലായിട്ടും വേൾഡ്ലി ആയിട്ടും? അതൊരു നല്ല ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ ലേവ്യരുടെ പുസ്തകത്തിലാണ് ഈ ദശാംശത്തെക്കുറിച്ചൊക്കെ കൂടുതലും പറയുന്നത്. ചാപ്റ്റർ 27-30 അത് മുഴുവൻ എനിക്ക് തോന്നുന്നു ഈ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷേ അത് ഈ കൃത്യമായിട്ട് നീ ഇത്ര ഇത് കൊടുക്കണം, എല്ലാത്തിൻ്റെയും ദശാംശം കൊടുക്കണം എന്നുള്ളൊരു വാക്കായിട്ട് ടൈറ്റിങ് ആണ് അത്. പക്ഷെ അതിൻ്റെ മോഡേൺ ഇൻ്റർപ്രിറ്റേഷൻ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ വരുമ്പോൾ അത് സെയിൻറ്റ് പോൾ അത് 1 കൊറിന്ത്യൻസിൽ 16 ചാപ്റ്റർ 16 അത് പറയുന്നുണ്ട്. അതിന് വേറെ രീതിയിലാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പോകുമ്പോൾ നിനക്ക് സാധിക്കുന്ന, നിന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ പ്രൊപ്പോർഷണേറ്റ്ലി നീ കൊടുക്കുക. അത് അതിനെപ്പറ്റി ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് ഈ 10% എന്നല്ല പറയുന്നത്, നിനക്കെന്ത് സാധിക്കുമോ. അതായത് ഒരുപക്ഷെ അത് നിൻ്റെ സമ്പാദ്യത്തിൻ്റെ ആയിരിക്കാം, നിൻ്റെ സമയത്തിൻ്റെ ആയിരിക്കാം, നിൻ്റെ ടാലൻ്റ് ആയിരിക്കും, കഴിവായിരിക്കാം. ഇതിൽ പ്രൊപ്പോർഷനേറ്റായിട്ട് നീ കൊടുക്കുക. അപ്പോൾ എനിക്കൊന്ന് അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. നമുക്ക് ഒരു കൃത്യം ഒരു 10% എന്നതിനേക്കാളുപരി ചിലപ്പം പലപ്പോഴും എന്നോട് എൻ്റെ അടുത്ത് നിന്നുണ്ട് എനിക്ക് അത്രയും കൊടുക്കാനുള്ള ഇതില്ല. കാരണം പക്ഷെ എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വോളണ്ടിയറായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. ദാറ്റ്സ് ഗ്രേറ്റ്. അല്ലെങ്കിൽ പിന്നെ അവരുടെ കോൺഷ്യൻസിനെ പ്രിക്ക് ചെയ്യുകയാണ്, ഞാൻ 10% കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം. പക്ഷേ ഞാൻ അതിനുള്ള കൂടെ എനിക്കെൻ്റെ സമയമാണ്, എനിക്ക് ഇത്രയും സമയമുള്ളൂ, അത് ഞാൻ പള്ളിക്ക് കൊടുക്കാം സർവീസായിട്ട്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ടാലൻറ്റ് ഞാൻ പള്ളി ഇങ്ങനെ വന്ന് സഹായിക്കാം, പാവപ്പെട്ടതിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാം. കാരണം ഇതാണ് എനിക്കൊന്ന് ആ ഇൻ്റർപ്രിട്ടേഷൻ വളരെ നല്ലതായിട്ട് തോന്നുന്നു. അപ്പോൾ ഇത് എന്താ പറയുക, ചിലർ ഇത് 2 പക്ഷക്കാരും ഉണ്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഏറ്റവും ശരിയെന്ന് തോന്നുന്ന ഇതെടുക്കുക. അതിൻ്റെ മോഡേൺ ഇൻ്റർപ്രിട്ടേഷനാണോ അതെയോ ദി ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ റൂട്ടഡ് ആണോ? എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള സംഭവം പൗലോസ്ലീഹായുടെ പഠനമായിരിക്കും. അല്ലേ? ഇതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന സീറോ മലബാറിൻ്റെ ആയാലും മറ്റുള്ള ആൾക്കാരായാലും പ്രത്യേകിച്ച് സീറോ മലബാറിൻ്റെ ആൾക്കാർ പറയുന്നത് നമുക്കൊരു പോവർട്ടി മൈൻഡ് സെറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ചർച്ചുകളിലും മറ്റൊക്കെ ടീച്ചിങ് കൂടുതലും നടക്കുന്നത് സമ്പന്നൻ സൂചിക്കുഴയിലൂടെ ഒട്ടകം കിടക്കുന്ന പോലെയാണെന്നാണ് പറയുന്നത്. അതെന്ത് സമ്പത്താണെന്ന് പറയുമ്പോൾ എപ്പോഴും ക്യാഷിനെ കുറിച്ചാണ് പറയുന്നത്. സമ്പന്നനുള്ളവൻ അങ്ങനെ പോകത്തുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് ഒരു പക്ഷേ ഈ സമൂഹത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ട്. പൈസ ഒരു ഇവിൾ ആയിട്ട് കാണുന്നു, പോവർട്ടി ഒരു ടിക്കറ്റ് ടു ഹെവനായിട്ട് എടുക്കാറ് കാണുന്നു. അതാണോ ശരിക്കും ചർച്ച് പഠിപ്പിക്കുന്നത്? അതോ സമ്പത്തൊരു തെറ്റല്ല? കാരണം ബൈബിളിലുള്ള പല ദൈവവിശ്വാസികളും ദൈവത്തോട് അടുത്തുന്നവരെല്ലാവരും തന്നെ വളരെ സമ്പന്നരായിരുന്നു. അവരാരും പോവർട്ടിയിൽ കടന്നു പോയതല്ല. അപ്പോൾ ഈ ചില ഇൻ്റർപ്രിറ്റേഷൻ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളെ താഴ്ത്താറുണ്ട്. കാരണം കത്തോലിക്ക സഭ സീറോ മലബാറിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റുമാർ, അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സ് നെക്സ്റ്റ് ജനറേഷനെ ഒരു നല്ല ഫ്യൂച്ചറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കൺട്രി ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ മുന്നിലേക്ക് വരുന്നില്ല. അതിനെ പിതാവ് എങ്ങനെയാണ് കാണുന്നത്? ഞാൻ അവരെ ഒന്നും ജഡ്ജ് ചെയ്യുന്നില്ല. ഞാൻ ഹു ആം ഐ ടു ജഡ്ജ്. അപ്പോൾ എനിക്ക് തോന്നിയെന്നു വെച്ചാൽ ഈശോ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഈശോ വളരെ കൃത്യമാണ് അതിൻ്റെ അകത്ത് ഈ സെർമൺ ഓൺ ദി മൗണ്ടൻ അത് കൃത്യമായി പറയുന്നുണ്ട്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. അത് നമ്മൾ കൃത്യം അറിയണം. അതെന്താണ് ആത്മാവിൽ ദരിദ്രർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? അതായത് ദൈവത്തിന് വേണ്ടി വിശക്കുന്നവർ, ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നവർ, അവരാണ് ഭാഗ്യവാന്മാർ. അല്ലാണ്ട് നമുക്ക് പൈസ ഉണ്ടായാൽ പൈസ ഇല്ലാത്തവനല്ല ഭാഗ്യവാൻ എന്നല്ല പറയുന്നില്ല.
അപ്പോൾ ഈ ഒരു കാര്യമാണ് ദൈവത്തിന് വേണ്ടി വിശക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതിന് ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ധനികനായ ഒരു യുവാവ് വന്നിട്ട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നിനക്ക് പറ്റിപ്പോൾ കുറേ പേര് പാവപ്പെട്ട ആൾക്കാരുണ്ട്, നീ തനിയും കാണുന്നുണ്ട് ഒരുത്തൻ അവിടെ കിടന്ന് വിശന്ന് വയ്ക്കുന്നത്, പക്ഷെ അവൻ അതിനെപ്പറ്റിയൊന്നും ഒട്ടും തന്നെ. നമുക്ക് ധനമുള്ളതല്ല, ദൈവം നമുക്ക് കഴിവായിട്ടും നമ്മുടെ കഴിവുകൊണ്ടല്ല അതെല്ലാം നേടിയത്. പക്ഷെ ഒരേ സമയം നമുക്ക് ദൈവത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ ഈ സഹോദരങ്ങളെയും കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇപ്പം നമ്മളിങ്ങനെ ഒരു തിയററ്റിക്കൽ മാത്രമല്ല, ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ മാത്രമല്ല, വെർട്ടിക്കലായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മളിങ്ങനെ ദൈവത്തോട് മാത്രമല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് മറ്റുള്ളവരെയും കൂടെ കൂട്ടിപ്പിടിക്കുമ്പോൾ സഹിക്കുന്നവരും വിഷമിക്കുന്നവരും. അതുകൊണ്ടാണ് ഈ ഫൈനൽ ജഡ്ജ്മെൻറ്റിൽ ചോദിക്കുന്നവർ വളരെ കുറച്ച് ചോദിക്കുന്നുള്ളൂ. അതിന് ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് വിശന്നായിരുന്നു, നീ എനിക്ക് വല്ലതും തന്നായിരുന്നു, എനിക്ക് ദാഹിച്ചാനോട്ടെ, എനിക്ക് ഭക്ഷണമൊന്നുമില്ലായിരുന്നു, അപ്പം ഇത് ഞാൻ തന്നെയാണ്. അതെ, അപ്പം നിനക്കത് പറ്റുന്ന സമയത്ത് നീ അത് ചെയ്തിരുന്നോന്നാണ് ചോദിക്കുന്നത് കൂടെ. നിനക്കത് നിനക്ക് സാധിക്കുന്ന കാര്യമായിരുന്നു നിനക്ക്. അപ്പം ഞാൻ ചോദിക്കും, നീ എപ്പോൾ വന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ പല രീതി. അപ്പം നമ്മൾ വിചാരിക്കും ഇത് ഭക്ഷണം ഇല്ലാത്തവന് ഭക്ഷണം കൊടുക്കുന്ന കാര്യം, ഞാനൊരു ബെഗറിനെയൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും. പക്ഷേ ഇതിന് ഭയങ്കര തലങ്ങളുള്ള ഒരു ചോദ്യം അത്. അതായത് ഈ ദാഹം എന്ന് പറയുന്നത് തന്നെ, ചില വിശപ്പെന്ന് പറയുന്നത് അത് സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ എൻ്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവായിരിക്കാം, എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും. എനിക്കൊരു കൺസിഡറേഷൻ, എനിക്കൊരു പരിഗണന തരാൻ വേണ്ടിയിട്ട് എൻ്റെ മുമ്പിൽ ഞാൻ വന്നിരുന്നു. പക്ഷേ നീ അതൊന്നും ശ്രദ്ധിച്ചില്ല, നീ നിൻ്റെ കാര്യമായിട്ട് നടന്നു. ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്ന സമയത്ത് ഒരു പാറ്റിംഗ് ആയിരിക്കും എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിന് പല തലങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഒരു തരത്തിൽ മാത്രം ഒതുക്കാൻ പാടില്ല. ഈ പൈസ ഉള്ളതെന്നല്ല, ഇതിന് പല തലങ്ങളിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവിൻ്റെ ദരിദ്രരായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് ശരിക്കും ദാഹിക്കുക. അത് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ അല്ല, ഒരു എന്താ പറയുക, ഒരു ശൂന്യത നമ്മളിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കും. ദൈവം ഇല്ലെങ്കിൽ എന്തെല്ലാം നമുക്കുണ്ടെന്ന് പറഞ്ഞാലും ഒരു സ്വസ്ഥത കിട്ടുന്നില്ല, ഒരു സമാധാനം ഇല്ല, ഒരു പീസ് കിട്ടുന്നില്ല. ബാക്കിയെല്ലാം ഉണ്ട് നമുക്ക്. ഇത് കിട്ടണമെങ്കിൽ ഞാൻ തീവ്രമായിട്ട് ദൈവത്തെ ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വെറുതെ ഇങ്ങനെ പള്ളിയിൽ പോയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ദൈവം ഇങ്ങനെ തരത്തില്ല. കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. അത് ചെയ്യാന്നുള്ളതാണ്. അതാണ് ഈശോ കാണിച്ചെന്ന്. ഈ പാവപ്പെട്ടവനും കൂടെ അവനോട് ആരും കരുണ കാണിക്കാൻ പോയി. പിതാവ് ഇപ്പോൾ പറഞ്ഞത് നന്നായി കേട്ടോ. കാരണം ഇപ്പോൾ നമ്മളിവിടെ ഒരു മൈഗ്രൈൻ കമ്മ്യൂണിറ്റിയാണ് ഉള്ളത്. നമ്മളെ മാത്രം ഉദാഹരിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇതെല്ലാവർക്കും ബാധകമായിട്ടുള്ളത്. ഇവിടെ വന്നെങ്കിൽ നമുക്ക് സപ്പോർട്ടുകൾ വളരെ കുറവാണ്. നമ്മൾ തന്നെ വേണം, ഭാര്യയും ഭർത്താവും മക്കളും കൂടെ തന്നെ വേണം, ജോലിക്ക് പോകണം, പിള്ളേരുടെ കാര്യം നോക്കണം, പിള്ളേരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ശരിക്കൊരു അണ്ടർ ഹൈ പ്രഷറിലാണ്. പിന്നെ പ്രായവും. അപ്പോൾ പല ഫാമിലികളും ഒരു ഓൾക്കാനിക് ഫാമിലിയാണ്. മീൻസ് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന രീതിയിലുള്ളതാണ് എല്ലാ ഫാമിലിയും. ആ ഒരു സ്നേഹമാണ് ഇവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും സ്നേഹത്തെ നമ്മുടെ ഇഷ്ടമായിട്ട് തെറ്റിദ്ധരിച്ച് കളഞ്ഞ് ഒരു സ്നേഹത്തിൻ്റെ കുറവ് ഉണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ. അത് മൃഗങ്ങൾക്ക് പോലും ഉണ്ട്. നമുക്കറിയാം, നമ്മൾ വളർത്തുന്ന ഒരു പൂച്ച, ഒരു പട്ടി, അതിന് നമ്മുടെ ഒരു തലോടൽ എന്തിഷ്ടമാണെന്നറിയാം. അത് പിന്നെ നമ്മളൊന്ന് അതിന് തലോടി ഇച്ചിരി ചോറും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ കാൽച്ചോട്ടിന് മാറില്ല. അതിനെ മടിയിലിരുത്തി എന്ന് ആശ്വസിപ്പിച്ച് അതിനെ ഇത് ചെയ്യുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഈ പട്ടിക്കും പൂച്ചയ്ക്കും നമ്മുടെ സ്നേഹം ഇത്രയും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യന് എന്തേരം ഇഷ്ടമായിരിക്കും ഇതൊക്കെ. പക്ഷെ നമ്മളത് അങ്ങനെ ഈ എല്ലാ ജീവികൾക്കുള്ളൊരു ഇതാണ്, നമുക്ക് അതിന് സ്നേഹം വേണം, അതിന് കരുതൽ വേണം. അപ്പം നമ്മൾ ഓർത്ത് നോക്കുക, ഒരു സാധു പട്ടിക്കുഞ്ഞിനെ ഇത്രയും സ്നേഹിക്കുമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്തേരം പരിഗണിക്കണം. നമ്മുടെ സ്നേഹം അവരിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർ തിരിച്ചു തരും. അവർ പരിഗണന കൊടുത്ത് നോക്കുക, അവർ തിരിച്ചു തരും. അതല്ലാതെ നമ്മളുടെ തിരക്കിനിടയ്ക്ക് പോകുന്നതായിട്ടാണ് ഇവർ മറന്നു പോകുന്നത്. നമുക്ക് ചെയ്യാമെന്ന കുറേ കാര്യമുണ്ട്, അത് നമ്മൾ ചെയ്യാൻ മറന്നു പോകുന്നതാണോ ബോധപൂർവ്വം മറക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. അതൊരു പക്ഷേ പിതാവ് പറഞ്ഞ പോലെ നമുക്കൊരു എക്സ്പീരിയൻസ് കുറവുണ്ട്. സ്നേഹവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലേ അത് നമുക്കും കിട്ടിയതേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് പൊതുവെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമുക്കും ഈ സ്നേഹം കൊടുക്കാൻ പറ്റാത്തത്.
ഓരോ കാര്യങ്ങളിലൂടെയും ഓരോ വ്യക്തികളിലൂടെയും നമുക്ക് ഓരോ മെസ്സേജ് തരുന്നു. അതുകൊണ്ട് എവറി വൺ ഈസ് സെൻഡ് ടു ദിസ് വേൾഡ് വിത്ത് എ മെസ്സേജ് എന്ന് പറയാം. അല്ലാണ്ട് ചുമ്മാ ഒരാൾ ഇവിടെ ജനിക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോ പെർട്ടിക്കുലർ മിഷനാണ്. ഈ മെസ്സേജ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അത് ലിവ് ഔട്ട്, അത് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ വലിയൊരു കടമ. ഇത് നടക്കുന്നില്ല എന്നല്ല, ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല, അത് ജീവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റോളാണ്. നമുക്ക് ഇങ്ങോട്ട് എല്ലാവർക്കും ഒരേറ്റ റോളല്ല. എനിക്ക് എൻ്റെ ഒരു റോള് കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജിൽസിനോടും പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു സംഭവം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ജിൽസിനൊരു കുടുംബത്തെ ഏൽപ്പിച്ചിട്ട് അത് ഭംഗിയായിട്ട് നോക്കണം, അത് മറ്റെല്ലാവർക്കും മാതൃകയായിരിക്കണം എന്നൊക്കെ പറഞ്ഞുള്ളൊരു മെസ്സേജ് ആയിരിക്കാം തന്നിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും, അത് തിരിച്ചറിയുക, അത് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ പിതാവ് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ പിതാവിനോട് ചോദിക്കുവാണ്, ഒരു കമാൻഡ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം ദിവസം ചെയ്താൽ നമുക്ക് വളരെ സമാധാനമുള്ള, ഒരു സ്വർഗീയ സമാധാനമുള്ള, വളരെ ആനന്ദമുള്ളൊരു ജീവിതം ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവ് എന്തായിരിക്കും അതിന് പറയുന്നൊരു? ഞാൻ ഈയിടെ എല്ലാ ഈ ഇടവുകളിലും പിന്നെ മിഷനുകളിലൊക്കെ പോകുമ്പോൾ ഈ 2.5 വർഷക്കാലം കൊണ്ട് ഞാൻ ഒബ്സർവ് ചെയ്ത ചില കാര്യമുണ്ട്. അതിന് ഞാൻ വളരെ കാച്ചിക്കുറുക്കി പറയാറുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഈ പ്രവാസികളായിട്ട് നമ്മളിവിടെ ഒരു കുടുംബമായിട്ടൊക്കെ വന്ന് കുഞ്ഞുങ്ങളെയൊക്കെ കരുതി കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് വലിയൊരാഗ്രഹമുണ്ട്, ഈ നല്ലൊരു ജീവിതം പോകണം, മാതൃകാപരമായ ജീവിതം നടക്കണം, കുഞ്ഞുങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് മിടുക്കരായിട്ട് വളർന്നു വരണം, ഭാവിയിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാകണം. ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ്. അപ്പോൾ ഇതിനെന്താണ് മാർഗം? പലരും ചോദിച്ചാൽ ഇതിനെന്താ മാർഗമുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ എളുപ്പത്തിലൊരു മാർഗമുണ്ട്. അത് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ബെസ്റ്റ് പ്രാക്ടീസാണ്. അത് അവരുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഞാൻ എടുത്തതാണ്. അപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞാണ്, 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ചെറിയ കാര്യമാണ്. നമുക്ക് 24 മണിക്കൂറുണ്ട്. പക്ഷെ ഒരു അരമണിക്കൂർ സമയം, അതായത് 10 മിനിറ്റ് സമയം നിങ്ങൾ കുടുംബത്തോടുകൂടി ചിലവഴിക്കുക. വൈകുന്നേരം പ്രത്യേകിച്ചും ഒരു 7 മണിയാകുമ്പം കുട്ടികളെല്ലാം സ്കൂളിൽ നിന്നോ കൊണ്ടുവന്ന് 10 മിനിറ്റ് നേരം അവരോടൊന്ന് ചോദിക്കുക, വാട്ട് ഹാപ്പൻ ടുഡേ. നിങ്ങളുടെ കാര്യങ്ങൾ ആ കുഞ്ഞുങ്ങളോട് പറയുക, കുഞ്ഞുങ്ങൾ അവിടെ നടന്ന കാര്യം നിങ്ങളോടും പറയുക. അവർക്ക് ഒത്തിരി കഥകൾ പറയാനുണ്ട്, പക്ഷെ നമ്മൾ കേൾക്കാൻ സമയമില്ല നമുക്ക്. 10 മിനിറ്റ് സമയം നിങ്ങൾ കുറച്ച് നേരം ആ കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുക. വലിയ ലെങ്തി പ്രാർത്ഥനകളല്ല, വയസ്സ് ഇരുന്ന് വായിക്കുകയും എന്നിട്ട് അവരോടൊപ്പം ഇരുന്ന് ഡിന്നറും കൂടെ കഴിക്കുക. 15 മിനിറ്റ്, എല്ലാം കൂടെ ഒരു 30 മിനിറ്റ് കൊണ്ട് 35 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നുള്ളൂ. ഇത്രയും ഒരു നമ്മുടെ ജീവിതത്തിലെ ഒരു ഹാബിറ്റാക്കി മാറ്റിയാൽ എനിക്ക് തോന്നുന്നു ഭയങ്കരമായ മാറ്റങ്ങൾ നമുക്കുണ്ടാകും. കുട്ടികളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളുണ്ടാകും. അത് പ്രാക്ടീസ് ചെയ്തവർക്ക് വളരെ സക്സസ്ഫുള്ളാണ് ഇവിടെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയുള്ളൂ. താങ്ക് യു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്, അല്ല പിതാവിന് നമ്മളോട് സംസാരിക്കാനുള്ളത്. കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അത് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പിതാവിനോട് ചോദിച്ചത്. കാരണം പിതാവാണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഉത്തരം പറയാനായിട്ട് സാധിക്കുന്ന വ്യക്തി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം പിതാവെ വളരെ നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.